ഹായ് ഹലോ, അപ്പോൾ എൻ്റെ പേര് അമൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ReaEQ എന്ന് പറഞ്ഞിട്ടൊരു റീപ്പറിലെ സ്റ്റോക്ക് ഇക്യൂവിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇക്യു കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റീപ്പറിലെ സ്റ്റോക്ക് ഇക്യു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്രാഫും കുറച്ച് സ്ലൈഡേഴ്സൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കിവിടെ നോ പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ കാണാം. ഈ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് കുറേ പ്രീസെറ്റ് നെയിം ചെയ്ത് കാണാൻ പറ്റും. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനനുസരിച്ച് ചേഞ്ച് വരുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇക്യൂവിൽ അവർ കുറച്ച് പ്രീസെറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പനി തന്നെ കുറച്ച് പ്രീസെറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്ത് വെച്ചേക്കുന്ന പ്രീസെറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇവർ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടായിരിക്കും ഈ പ്രീസെറ്റ്സ് സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ബേസിക് 11 ബാൻഡ് സിമ്പിൾ, ബേസിക് 100 HPF. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ റീസെറ്റ് ടു ഫാക്ടറി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നോ ബൈ ഡിഫോൾട്ട് അതിലേക്ക് തന്നെ പോവും. അതിൻ്റെ തൊട്ടിപ്പുറേ ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്വീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് വേണ്ട ഫ്രീക്വൻസി ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രീസെറ്റിനെ സേവ് ചെയ്യണം. അപ്പം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് സൈനിൽ പോയിട്ട് സേവ് പ്രീസെറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്രീസെറ്റിൻ്റെ പേര് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് ചോദിക്കും. അതിന് ശേഷം ഇവിടെ നമുക്ക് ലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ യൂസർ പ്രീസെറ്റ്സ് കാണിക്കും, അതായത് നമ്മൾ സേവ് ചെയ്ത പ്രീസെറ്റ്സ് നമുക്കിവിടെ കാണിച്ചു തരും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സേവ് പ്രീസെറ്റ്സ് ആസ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ പ്ലഗിൻ ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഓൾറെഡി വേണോ, അതായത് നമ്മൾ എന്തെങ്കിലും ട്വീക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ ആ പ്ലഗിൻ ഓപ്പൺ ചെയ്യാലും ആ ഒരു പ്രീസെറ്റോടെ ആയിരിക്കും അത് ലോഡായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്റ്റോക്കായിട്ട് മതി. ഓരോ പ്രൊജക്റ്റിനും ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അല്ലെ ഓരോ ഓഡിയോ ഫയലിനും ഡിഫറെൻ്റ് ആയിരിക്കും ഇക്യു എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുന്ന ഒരു ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. 20 Hz to 20,000 Hz എന്ന് പറഞ്ഞിട്ട്, അല്ലെ 20 Hz to 20 kHz അങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് ഉള്ള ഫ്രീക്വൻസീസ് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഹ്യൂമൻസിന്. അത് ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് ചില ഫ്രീക്വൻസി കൂടുതൽ കേൾക്കാം, ചിലർക്ക് ചില കുറവായിരിക്കും. ചിലപ്പം ചില റേഞ്ചിലുള്ളത് ചിലർക്ക് കേൾക്കത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അത് പലർക്കും പലതായിരിക്കും. നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇക്യു ചെയ്യുന്ന ഓഡിയോ ഫയലും അതിൻ്റെ റിസൾട്ട് വരിക. അതായത് എനിക്കിപ്പം ഒരു ഓഡിയോ ട്രാക്കിൽ ബേസ് കുറവാന്ന് തോന്നി, പക്ഷെ അതിൽ ആക്ച്വലി ബേസ് ഉണ്ട്. നോർമലി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി വെക്കും. വേറൊരാൾക്ക് ചിലപ്പോൾ അത് കൂടുതലായിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇയർ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ ഈ ഗ്രാഫിനകത്ത് ഇങ്ങനെ ഓരോ ബാർസ് വെച്ചിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഈ മേളിലേക്കുള്ളത് എത്ര dB ആണെന്നുള്ളതാണ്, കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ലെഫ്റ്റ് ടു റൈറ്റ് കാണിക്കുന്നത് ഫ്രീക്വൻസി, നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് ആണ്. അപ്പോൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈ, മിഡ്, ലോ എന്ന് പറഞ്ഞിട്ട്. അതായത് ഹൈ ഫ്രീക്വൻസി ഉണ്ട്, മിഡ് ഫ്രീക്വൻസി ഉണ്ട്, ലോ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 5,000 to 20,000 വരെയുള്ള ഫ്രീക്വൻസി ഹൈ എൻഡ് എന്ന് പറയുന്നത്. ഇനി മിഡ് റേഞ്ച് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഒരു 300 to 5 വരെയൊക്കെ ഉള്ളതാണ് ഒരു മിഡ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞത് ബേസ് ആണ്. ബേസിന് 20 Hz to 300 Hz വരെയാണ് ബേസ് ഫ്രീക്വൻസീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ പിയാനോയിൽ പോലും ഓരോ കീസിനും ഓരോ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. ഇയേഴ്സ് ട്രെയിൻഡ് ആണ്, നമുക്കറിയാൻ പറ്റും ഏത് കീ ആണ് നമ്മൾ പ്രസ് ചെയ്തതെന്നുള്ളത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് ഏത് ഫ്രീക്വൻസിയിലാണെന്നുള്ളത് നമുക്ക് ഇക്യു ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നടക്കുന്നത് ഓരോ ബാൻഡ്സ് ആണ്. ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ബാൻഡാണ്. അതായത് ഇപ്പോൾ ഈ ഒരു 1 എന്നുള്ളത് കഴ്സർ കൊണ്ടുവെക്കാൻ നമുക്ക് കാണാം. ലോ ഷെൽഫ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്ര dB ആണ് കൂട്ടിയേക്കെന്നുള്ളതാണ് പിന്നെ കാണിക്കുക. അത് 0 ആണ്, ഇപ്പം 0-ലാണ്. 100 Hz ബാൻഡ് ഇരിക്കുന്നത്. സെക്കൻഡ് ഒക്ടേവ് ആണ്, കീബോർഡിലെ സെക്കൻഡ് ഒക്ടേവിലാണ് ആ ബാൻഡ് ഇരിക്കുന്നത്. അത് നമുക്കിങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി സ്വീപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗെയിൻ ഇവിടെ താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ
ഷെൽഫ് വേണോ ക്യൂ വേണോ എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതായത് ഇപ്പം G2 എന്ന് പറയുന്നത് 100 ഹെർട്സിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് കീ ആണെന്നോ അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസിയിലാണെന്നുള്ളതോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ സെലക്ട് ചെയ്തേക്കുന്ന ഈ ബാൻഡ് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനേബിൾ ചെയ്താൽ മാത്രമേ വരുത്തുന്ന ചേഞ്ച് ആ ഓഡിയോയിൽ പ്രോസസ്സ് ആവുള്ളൂ. ഇപ്പോൾ എനേബിൾ ഡിസേബിൾ ചെയ്യുമ്പോൾ ആ ഒരു ബാൻഡിൻ്റെ മാത്രം ബൈപ്പാസ് ചെയ്യണോ ആക്റ്റീവ് ആക്കണോ എന്നുള്ളതാണ് എനേബിൾ ഡിസേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ലോ ഷെൽഫ് എന്ന് പറഞ്ഞ് കാണാം. ഇപ്പോൾ ഈ ലോ ഷെൽഫ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇപ്പോൾ ഞാനിതിൻ്റെ ഗെയിൻ കുറയ്ക്കുകയാണ്. ഓക്കെ, ഞാനിത് കൂടുതലാണ് എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്രീക്വൻസി സ്വീപ്പ് ചെയ്യുമ്പോൾ ആ ഷെൽഫും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഫുൾ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കട്ടാവും. ഇത് എത്ര കട്ട് ചെയ്യണം എന്നുള്ളതാണ് താഴേക്ക് വരുമ്പോൾ. മേളിലേക്ക് വരുമ്പം ഇതെത്ര ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സും നമുക്ക് 4 ബാൻഡിലും കിട്ടുന്നതാണ്. ഈ ബാൻഡ്സ് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബാൻഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. 5, 6, 7 ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്ര ആഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ താഴെ ആഡ് ബാൻഡ് കൊടുത്താലും ഫ്രീക്വൻസി ആഡ് ആവുന്നതായിരിക്കും. ഇത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിപ്പോൾ ഈ UI ഇത്രയേ കാണത്തുള്ളൂ, ബാക്കിയില്ല. ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിമൂവ് ചെയ്യാൻ ആ ബാൻഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിമൂവ് കൊടുത്താൽ മതി. തൊട്ടിപ്പുറത്ത് തന്നെ റീസെറ്റ് ടു ഡിഫോൾട്ട് ഉണ്ട്. അതായത് ബൈ ഡിഫോൾട്ട് അതിൻ്റെ പ്രീസെറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷോ ടാബ്സ് എന്നുള്ളത് ഇപ്പോൾ താഴെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം പോയി കംപ്ലീറ്റ് ആയിട്ട് ഇത് ഗ്രാഫിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, പാരാമെട്രിക് എന്ന് പറയുന്ന ഈ ടൈപ്പ് EQ. പിന്നെ ഫേസസ് നമുക്ക് മാറുന്നുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. ഞാനിത് മേളിലേക്ക് കൊണ്ടുപോകും, അതിൻ്റെ ഫേസ് താഴേക്ക് പോകുന്നതാണ്, തിരിച്ചും കാണാം. അപ്പോൾ ഫേസസിൻ്റെ ഡീറ്റെയിൽസ് ഈ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ലോ ഷെൽഫാണ്, ഇത് ഹൈ ഷെൽഫ്. ഇപ്പോൾ ബാൻഡാണ്. ലോ പാസ് എന്ന് പറയുമ്പം ലോയിനെ കടത്തിവിടും. ഹൈ പാസ് എന്ന് പറഞ്ഞാൽ ഹൈനെ കടത്തിവിടും. പിന്നെ ഓൾ പാസ് നോച്ച് ഉണ്ട്. നോച്ച് എന്ന് പറയുമ്പോൾ ഷാർപ്പായിട്ട് താഴേക്ക് വരും. ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നോച്ച് ഉപയോഗിക്കാറ്. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അത് എത്ര ഷാർപ്പ് ആക്കണം എന്നുള്ളത് കൊടുക്കാം, എത്ര വൈഡ് ആക്കണം എന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാൻഡ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റിൽ നിന്നും EQ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വേണം എന്നുള്ളത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനനുസരിച്ച് ബാൻഡ് ഓൾട്ട് ഉണ്ട്, ബാൻഡ് ഓൾട്ട് 2, അങ്ങനെ 2-3 പ്രീസെറ്റ്സ് ഉണ്ട്. ഹൈ എൻഡ് മിഡ് റേഞ്ച് ബേസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്രീക്വൻസി സ്പെക്ട്രത്തിന് ഒരു ഡിവിഷനും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഹൈ എൻഡ്, പിന്നെ അതിൻ്റെ താഴെ ഹൈ എൻഡ് വരും. ഈ 2 ടൈപ്പ് ഹൈ എൻഡ് ആണുള്ളത്. പിന്നെ അതിൻ്റെ താഴെ മിഡ് റേഞ്ചിൽ വരുമ്പോൾ പ്രസൻസ് റേഞ്ച് ഉണ്ട്, അപ്പർ മിഡ് റേഞ്ച് ഉണ്ട്, മിഡിൽ മിഡ് റേഞ്ച് ഉണ്ട്, ലോവർ മിഡ് റേഞ്ച് ഉണ്ട്. പിന്നെ അതിന് താഴേക്ക് അപ്പർ ബേസ്, മിഡ് ബേസ്, ലോ ബേസ്, ഡീപ്പ് ബേസ് അല്ലെങ്കിൽ സബ് ബേസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഷോ ഇൻ ട്രാക്ക് കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതിനകത്ത് നിന്നുള്ള എന്ത് പാരാമീറ്റർ വേണേലും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിക്സഡ് ടൈം വരെ അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓട്ടോമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷോ ഇൻ ട്രാക്ക് കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു ഓട്ടോമേഷൻ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ ബൈ ഡിഫോൾട്ട് വരുന്നത് ക്യൂ ഷെൽഫ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ക്യൂ ഷെൽഫിനെ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതാ അവിടെ മാറുന്ന നമുക്ക് കാണാം. അതിന് താഴെ ഷോ ട്രാക്ക് എൻവലപ്പ് എന്ന് പറഞ്ഞ് കാണാം. ഷോ ട്രാക്ക് എൻവലപ്പ് കൊടുക്കുമ്പം ഇതാ ഇതുപോലൊരു ഓട്ടോമേഷൻ്റെ ഒരു എൻവലപ്പ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഓട്ടോമേഷൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കമാൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഓട്ടോമേഷൻ ഇങ്ങനെ കർവ് ഇങ്ങനെ ഗ്രാഫ് വരച്ച് കൊടുക്കാം. അപ്പോൾ എന്താ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. ഇതുകൊണ്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് വെക്കാം കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് മേജറായിട്ടുള്ള ചേഞ്ച് അല്ല ഇപ്പോൾ വരുത്തേക്കുന്നത്. ക്യൂ ലോ ഷെൽഫിലാണ്. അപ്പോൾ ഇത് ഈ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് ഈ ഒരു സ്ലൈഡർ അനങ്ങുന്നത് നമുക്ക് കാണാം.
അതുപോലെ തന്നെ നമുക്ക് താഴെ FX പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സബ് കാറ്റഗറി കാണാം. അതിനകത്ത് ഇതിലുള്ള എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും പേര് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതിലേക്കാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത്, അല്ലെ ഏത് പാരാമീറ്ററാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോ ഇൻ ട്രാക്ക് എൻവലപ്പ് കൊടുത്തു കഴിയുമ്പോൾ അതും വന്നു. നമുക്ക് ഈ പ്ലഗിൻ്റെ അവിടെ ഈ ഒരു ഡീറ്റെയിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാരാമീറ്റേഴ്സ് വന്ന് ഷോ ഇൻ ട്രാക്ക് കൺട്രോൾസ് ഓഫ് ചെയ്തിടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫ്രം ലിസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗെയിൻ ലോ ഷെൽഫ് എന്ന് പറഞ്ഞ ഉണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ ഗ്രാഫ് വരച്ച് കൊടുത്തേക്കുന്നത് അതിനനുസരിച്ച് അത് ആ ഒരു ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എന്നുള്ള PARAM എന്ന് പറഞ്ഞിട്ടിവിടെ ഒരു ബട്ടൺ കൊടുത്തേക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ 2 in 2 out, അത് നമ്മുടെ എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ടിലേക്ക് പോകണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തൊട്ടിപ്പുറം നമുക്ക് UI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. UI ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫും ആ വിഷ്വലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എല്ലാം പോയിട്ട് നമുക്ക് സ്ലൈഡേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സ്ലൈഡേഴ്സിൽ ലെഫ്റ്റ് സൈഡിൽ നെയിം ചെയ്തിട്ടുണ്ട്, എന്താണ് ആ സ്ലൈഡർ ചെയ്യുന്നത്, എത്രയാണ്. ഇത് കേട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വേണം ചെയ്യാം. അതല്ല വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ UI വെച്ച് തന്നെ EQ ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോബ് കാണാം, വെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ വെറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്രമാത്രം ആ പ്ലഗിൻ ആ ഓഡിയോയിലേക്ക് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ്. എത്ര പെർസെൻറ്റേജ് 100 വരെയാണുള്ളത്. അപ്പം ഡ്രൈ എന്ന് പറയുന്നത് 0-ലും വെറ്റ് എന്ന് പറയുന്നത് 100-ലുമാണ്. അപ്പോൾ 50 വെച്ച് കഴിഞ്ഞാൽ 50% ഡ്രൈ 50% വെറ്റ് എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇക്യുവിൻ്റെ കേസിൽ നമ്മൾ മിക്കവാറും 100% ഇട്ടിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ചെയ്യാം. അതിപ്പം ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ള ടിക്ക് മാർക്ക് അത് ബൈപ്പാസ് ചെയ്യാനും ആക്റ്റീവ് ആക്കാനുമാണ്. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ReaEQ എന്ന് പറഞ്ഞ ഇവിടെ ഡിസേബിളായി. ടിക്ക് ചെയ്തപ്പോൾ പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഔട്ട്പുട്ട് ഗെയിൻ ആയിരിക്കും. പിന്നെ ഈ EQ നമ്മൾ യൂസ് ചെയ്യുന്നത് വോക്കൽ റെക്കോർഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ നറേഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ലോ എൻഡ് കയറി വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അതായത് ലോ എന്ന് പറയുമ്പോൾ തീരെ ലോ ആട്ടോ, 50 to 150 എന്നുള്ള റേഞ്ചിൽ ചിലപ്പോൾ ഒരു റംബിളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വലിയ സ്പീക്കറിലേക്കൊക്കെ പോകുമ്പോൾ സ്റ്റുഡിയോ മോണിറ്റേഴ്സിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഹെഡ്ഫോണിലോ ഒക്കെ കേൾക്കുമ്പോൾ ആ റംബിൾ അറിയാൻ പറ്റും. സാധാരണ റെക്കോർഡ് ചെയ്യുമ്പം അത് പെട്ടെന്ന് അറിയില്ല. നമ്മൾ മൊബൈൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആണെങ്കിൽ പോലും വളരെ ക്ലോസ് റേഞ്ചിലാണ് നമ്മൾ മൈക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലോ എൻഡിലൊരു ബൂസ്റ്റ് ഉണ്ടാവും. അത് ഒരുപാട് ക്ലോസ് വരുമ്പോൾ ബേസ് കൂടും, ഒരുപാട് ദൂരെ പോകുമ്പം ഹൈസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EQയിൽ ലോ കട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹൈസ് നോയ്സായിട്ട് വരാറുണ്ട്, ചില സമയം ഹിസ്സിങ് സൗണ്ട്സൊക്കെ നോയ്സായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഹൈ കട്ട് ഉപയോഗിച്ച് ആ ഫ്രീക്വൻസി എത്ര വരെ ഉണ്ടോ അത്രയും നമ്മൾ കട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ ആ നോയ്സ് റിമൂവ് ചെയ്യുന്നത്. അതല്ലാതെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന റെസൊണൻസ് കട്ട് ചെയ്യാനും നമ്മൾ EQ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ EQ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.